അപ്പോൾ കൊച്ചിയിൽ സൈനികർക്കായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കുന്നതിൽ പഠനം വേണമെന്ന് ചന്ദർകുഞ്ച് വെൽഫെയർ മെയിന്റനൻസ് സൊസൈറ്റി. ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷനും കോൺട്രാക്ടർക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന സർക്കാരിലും കേന്ദ്ര സർക്കാരിലും പരാതിപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. കമ്മിറ്റിയുടെ ആധികാരികതയിൽ വ്യക്തത വേണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് അമൽ സുരേന്ദ്രനാണ്. അമൽ, ഗുഡ് ഈവനിംഗ്. ഇക്കാര്യത്തിൽ ഇവരുടെ ആവശ്യം എന്താണ്? ന്യായമായ ആവശ്യമാണല്ലോ അവർ ഉന്നയിക്കുന്നത്. കാരണം ഇത് പൊളിക്കുന്നതിന് മുമ്പ് കൃത്യമായ ഒരു പഠനം വേണം, അല്ലേ? ക്രിസ്റ്റിന, വെരി ഗുഡ് മോർണിംഗ്. അതെ, അങ്ങനെ തന്നെയാണ്. ക്രിസ്റ്റിന പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ഫ്ളാറ്റ് പൊളിക്കുന്നതിൽ കുറെ കൂടി വ്യക്തത ഇവർക്ക് ആവശ്യമാണ്. കാരണം ഒരു തരത്തിലുള്ള റിനോവേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പുനർനിർമ്മാണമോ ഒന്നും കൊണ്ടും ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റ് പൊളിക്കുന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരണം. അല്ലെങ്കിൽ കോടതി ഉത്തരവ് വന്നപ്പോൾ തന്നെ എല്ലാ മലയാളികളുടെ ഒന്നാകെ മനസ്സിലേക്ക് വന്നത് മരട് ഫ്ളാറ്റ് പൊളിച്ച ഒരു സംഭവമാണ്. അങ്ങനെ ഒരു മാതൃക മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് നിർമ്മാണത്തിലെ അപാകത കൊണ്ട്, ക്രമക്കേട് കൊണ്ട് ഏകദേശം 208ഓളം ഫ്ളാറ്റുകളുള്ള 2 ടവറായിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് മുഴുവനായി പൊളിച്ചു കളയണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ വല്ലാത്ത ആശങ്കയിലും അതേസമയം ആശ്വാസത്തിലും ഒരേപോലെ നിൽക്കുകയാണ് ഫ്ളാറ്റ് ഉടമകൾ. ഇപ്പോൾ ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായിട്ടുള്ള കൃഷ്ണൻ എന്ന മുൻ നേവി ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എന്തെല്ലാം ആശങ്കകളാണ് താങ്കളെ അലട്ടുന്നത്? അതായത് നമ്മളിപ്പോ ഈ ഫ്ലാറ്റിന്റെ ഓർഡർ വന്നു ഇന്ന്, അതായത് ഇവാക്വേഷൻ, ഡെമോലിഷൻ, റീകൺസ്ട്രക്ഷൻ എന്നുള്ള കാര്യങ്ങളിൽ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആർക്കാണ് യഥാർത്ഥ ഉത്തരവാദിത്വം എന്നുള്ളത് വളരെ ആംബിഗസ് ആണ് ജഡ്ജ്മെന്റിൽ കാണിച്ചാലും. കാരണം AWHOനോട് ഒരു വഴിക്ക് ജഡ്ജ്മെന്റ് പറയുന്നുണ്ട് AWHOനാണ് റെസ്പോൺസിബിലിറ്റി, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. പക്ഷെ വേറൊരു വഴിക്ക് നോക്കുകയാണെങ്കിൽ ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ ജഡ്ജ്മെന്റ് ഏൽപ്പിച്ചിട്ടുള്ളത്, ഒരു കളക്ടർ കോൺസ്റ്റിറ്റ്യൂട്ടിന് ഒരു കമ്മിറ്റി. അപ്പൊ അതിലും AWHOനോട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കുള്ള സ്ഥലത്തിന്റെ മുകളിൽ വീണ്ടും ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കൂട്ടാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാവും അറിയില്ല. നമുക്ക് UDSL നമ്മളുടെ കയ്യിൽ ഓൾറെഡി അതായത് നമ്മളുടെ ഇതുള്ളതുകൊണ്ട്. പിന്നെ വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഈ വയലേഷൻസ് ഒക്കെ, അപ്പോൾ വയലേഷൻസിനെ കുറിച്ചൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. വയലേഷൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രദേശം നിലമാണ്. ഈ നിലം തരം മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെ ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇവിടെ കെട്ടിപ്പൊക്കാൻ ഇതിന് അനുമതി ലഭിച്ചു എന്ന കാര്യമെല്ലാം അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആർമിയുടെ ഈ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച AWHOയ്ക്ക് എതിരെ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അധികാരികൾക്കെതിരെ കോൺട്രാക്ടർമാരായിരുന്ന ശില്പ, അജിത്ത് എന്നീ കോൺട്രാക്ടിംഗ് കമ്പനികൾക്കെതിരെയൊക്കെ ക്രിമിനൽ നടപടിക്ക് ഒരുങ്ങുകയാണ് ഫ്ളാറ്റിലെ നിവാസികൾ. ക്രിസ്റ്റീന. ശരി, അമൽ സുരേന്ദ്രനാണ്. അമൽ പെട്ടെന്ന് വെരി ഗുഡ് മോർണിംഗ് എന്നാണ് ക്രിസ്റ്റീനയോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ ക്രിസ്റ്റീനയോട് മോർണിംഗ് വാക്കിൽ വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക് എനിക്ക് എപ്പോഴും പറ്റും അത്. അപ്പോൾ എന്തായാലും ഗുഡ് മോർണിംഗ് ആണെങ്കിലും നല്ല കാര്യമാണ് അല്ലേ. ഒരു നല്ല ദിവസം ആണല്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഉച്ചയായാലും വൈകിട്ടായാലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നാളെ നല്ല ദിവസമാകണമെന്ന് കരുതി നല്ല വാർത്തകൾ ഉണ്ടാകണമെന്ന് അല്ലേ, പ്രേക്ഷകരിലേക്ക് നല്ല വാർത്തകൾ എത്തിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും സങ്കടമുള്ള വാർത്തകൾ, ദുഃഖകരമായ വാർത്തകൾ, ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളൊക്കെയാണ്.